വെയിലിൻ്റെ കനം കൂടി വരുന്നു അല്ലേ സുജയ? നന്നായി കൂടി, അതുകൊണ്ട് തൊപ്പിയും വെച്ചു, തലേ തുണിയും വിട്ടു. ഇനി എങ്ങനെ മൂടിയിരിക്കുന്നത്? സൂര്യാഘാതം ഏൽക്കാതെ എല്ലാവരും, ഈ റാലിയിലുള്ള എല്ലാവരും ശ്രദ്ധിക്കണം. 2 തവണ സൂര്യാഘാതം ഏറ്റ ആളാണ് ഞാൻ. സൂര്യാഘാതം പലതവണ നമ്മൾ ഫീൽഡിൽ പോയി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതെ, ഞങ്ങളുടെ പ്രഷ്യസ് ആയിട്ടുള്ള ഈ തലയിൽ അതുകൊണ്ട് ഞങ്ങൾ തൊപ്പി വെച്ച് സേഫ് ആക്കിയിട്ടുണ്ട്. സുജയ, ഒരുപാട് പ്രേക്ഷകർ നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. വ്ളോഗ്സ് ബൈ ലക്ഷ്മി പറയുന്നു, ആലപ്പുഴയിൽ നിന്ന് കഞ്ഞിക്കുഴി വഴി മുഹമ്മയ്ക്ക് വരുമോ? കഞ്ഞിക്കുഴിയിൽ എൻ്റെ വീടുണ്ട്, മുഹമ്മ എൻ്റെ ജോലി സ്ഥലം വരുമോ ഡോക്ടർ അരുൺ സുജയ എന്ന് ചോദിക്കുന്നുണ്ട്. ഹായ് ഹായ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. വഴിയിൽ നിന്ന് നമ്മളോടൊപ്പം ഈ റിപ്പോർട്ടർ TV കണ്ട് നിരവധി ആളുകൾ ഒരു സ്വീകരണം, അതുപോലെ തന്നെ ആളുകളുടെ, നമ്മൾ ഈ ലൈവിൽ അല്ലാതിരിക്കുമ്പോഴും കിട്ടുന്ന ആളുകളുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് നമ്മൾ ഈ ചെയ്യുന്നത് ഇപ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. അതെ അതെ, ഈ നിമിഷം നമ്മൾ ചെയ്യണം. നേരത്തെ സൂര്യാഘാതത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ മയക്കുമരുന്നിന്റെ ആഘാതം സൂര്യാഘാതം പോലെ ചികിത്സിച്ചാൽ ഭേദമാകുന്നതേ അല്ല. അത് വലിയൊരു വിപത്താണ്. ക്യാൻസറിനെ പോലെ സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന വിപത്ത്. നമ്മുടെ വീട്ടിലെയൊക്കെ സ്വർഗ്ഗ നിമിഷങ്ങളെ നരകതുല്യമാക്കാൻ ഈ ഒരൊറ്റ സാധനം മതി. അതുകൊണ്ട് ഈ നമ്മുടെ മുന്നിൽ ഭയപ്പെടുത്തുന്ന വാചകമായി നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ആഷിഖ് എന്ന് പറയുന്ന താമരശ്ശേരിയിലെ ചെറുപ്പക്കാരൻ ഉമ്മയോട് പറഞ്ഞ വാചകമാണ്. എന്നെ പ്രസവിച്ചതിനുള്ള, എനിക്ക് ജന്മം നൽകിയതിനുള്ള പ്രതിഫലമാണ് ഈ കൊലപാതകം എന്ന് പറഞ്ഞാണ് കഴുത്തിൽ ആഞ്ഞു വെട്ടുന്നത്. ഇങ്ങനെ സ്വന്തം മുന്നിൽ അമ്മയാര്, പെങ്ങളാര്, സുഹൃത്താര് എന്ന് തിരിച്ചറിയാൻ പോലും അറിയാത്ത കോലത്തിൽ നമ്മളെ മാറ്റി തീർക്കുന്ന ലഹരിക്കെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം. റിപ്പോർട്ടർ TVയുടെ ക്യാമ്പയിൻ ഇപ്പോൾ കോഴിക്കോട്ടേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ പോകുന്നത് അരീക്കോട് നിന്ന് മുക്കം പോകുന്ന ഭാഗത്തേക്കാണ്. ഒരു കാര്യം